പറയണ്ട മോനെ, എല്ലാവരും നമ്മളെ സഹായിക്കും, നമ്മളെല്ലാവരും സഹായിക്കും. എൻ്റെ മോനെ നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടുത്ത്. ഒരു 2 വർഷമായി ക്യാൻസറായിട്ട് ഡോക്ടർമാരെല്ലാം കൈവിട്ട് ഒരു വഴിയില്ലെന്ന് പറയും. ഇപ്പോഴും എത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറഞ്ഞു. പൈസ വേണം, 25 ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ. എല്ലാവരും എൻ്റെ മോനെ സഹായിക്കണം, വേറെ വഴിയില്ല. മോനെ മരിച്ചു എന്നെ വിചാരിച്ചത്. പക്ഷെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു പ്രതീക്ഷ, ഡോക്ടർമാർ പ്രതീക്ഷ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ പൈസ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും എല്ലാവരും എൻ്റെ മോനെ സഹായിക്കണം. എൻ്റെ മോനെ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ഇതിനെന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഞങ്ങൾ പിന്നെ ജീവിച്ചിരിക്കുക. വയറ് പൊട്ടാനായിട്ടുള്ള അവസ്ഥയിലുള്ള എൻ്റെ മോൻ്റെ വേദന എത്ര കാലമായി സഹായിക്കുന്നു. നിങ്ങളെല്ലാവരും സഹായിക്കണം. എൻ്റെ മോനെ എല്ലാവരും രക്ഷപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ് 6.5 വയസ്സുള്ള ഒരു കുഞ്ഞ് അനുഭവിച്ച വേദന എത്രയാണ് നിങ്ങൾക്കറിയോ? റസ്ദാൻ അബ്ദുള്ള എന്ന് പറയുന്ന ഈ ഒരു പൊന്നുമോന് മാരകമായിട്ടുള്ള ക്യാൻസർ ബാധിച്ചിട്ട് അവന്റെ വയറൊക്കെ വീർത്ത് പൊട്ടാറായിട്ട്, ശരീരമൊക്കെ എല്ലും തോലായിട്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ, രാവും പകലും ഉറങ്ങാൻ പോലും കഴിയാതെ, ആ വയറൊക്കെ വീർത്ത് ക്യാൻസറിന്റെ മാരകമായ രോഗം കൊണ്ട്, വേദന കൊണ്ട് പൊളയുന്ന ഈ ഒരു കുഞ്ഞ് ഇന്ന് ആ കുഞ്ഞിന്റെ സർജറിക്ക് വേണ്ടിയിട്ട്, മജ്ജ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ഉമ്മ ഈ മകനുമായിട്ട് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടാണ്. വയറിനാണ് അവന് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്. വയറിനകത്ത് മുഴകൾ ഉണ്ടായിരിക്കുകയാണ്. ആ മുഴകളൊക്കെ സർജറിയിലൂടെ എടുത്തു മാറ്റിയതിനു ശേഷം അവന്റെ ഒരു കിഡ്നി അത് പ്രവർത്തനരഹിതമായിരിക്കണം. അവന്റെ ഒരു കിഡ്നി എടുത്തു മാറ്റിയതിനു ശേഷമാണ് അവന്റെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകൾ തുടങ്ങേണ്ടത്. അത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ഒരു കുഞ്ഞ്. ജെയിംസ് സെൽ ട്യൂമർ എന്ന മാരകമായ രോഗം ബാധിച്ച കാസർഗോഡുള്ള ഒരു പൊന്നുമോനാണ്. 25 ലക്ഷം രൂപയാണ് ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ട. കാസർഗോഡുള്ളതും അതുപോലെ തന്നെ എന്റെ ഈ വീഡിയോ കാണുന്ന നല്ലവരായ എന്റെ പ്രിയപ്പെട്ടവർ, ഒരു കുഞ്ഞു ജീവനാണ് അല്ലെ. അവന്റെ കൂട്ടുകാരോടൊപ്പം കളിക്കാനോ, സ്കൂളിൽ പോവാനോ, മദ്രസയിൽ പോവാനോ, ഒരു പക്ഷേ അവന് വേദനയില്ലാതെ ഒന്ന് ഭക്ഷണം കഴിക്കാനോ കടന്നുറങ്ങാനോ പോലും അവന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ മക്കളൊക്കെ ഓടിച്ചാടി കളിക്കുമ്പോ ഒരു പക്ഷെ ഒരു വേദനയും അറിയാതെ ആ മക്കള് സന്തോഷത്തോടെ ഇരിക്കുമ്പോ 4 വയസ്സ് മുതൽ ഈ കുഞ്ഞ് അനുഭവിക്കുകയാണ്. ഈ മകന്റെ അസുഖം മാറ്റിയിട്ട് നമ്മുടെ മക്കളെ പോലെ കളിച്ച് ചിരിച്ച് ജീവിക്കാൻ, ഈ ഉമ്മാക്ക് ഈ മക്കളെ തിരിച്ചു കൊടുക്കാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവർക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയും എല്ലാവരും നിങ്ങളോട് സംസാരിക്കും. ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന്, കാരണം ഈ കുട്ടിയെ ഇപ്പൊ ഇവിടെ കീമോ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഇനി ദിവസങ്ങൾ മാത്രമാണ് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്കുള്ളൂ. ഫസ്റ്റ് കീമോ കൊടുത്തു അല്ലേ? ഇനി 2ാമത്തെ കീമോ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ സർജറിയിലേക്ക് കൊണ്ടുപോകണം. ആ ഒരു അവസ്ഥയിലാണ്. നിങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചികിത്സ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വരും. ഒരു പക്ഷേ എങ്ങനെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് എന്നും അറിയില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ 25 ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് VM മുനീർ. ഞാൻ കാസർഗോഡ് നഗരസഭയുടെ മുൻ ചെയർമാനാണ്. എൻ്റെ മഹല്ലിൽപ്പെട്ട കാസർഗോഡ് തളങ്കര ഗ്രാമത്തിലെ കൊരക്കോട് റഹ്മത്ത് മസ്ജിദ് മഹല്ലിൽപ്പെട്ട ഒരു കുട്ടിയുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത്. റസ്ദാന് 6 വയസ്സുള്ള റസ്ദാൻ മോന് ക്യാൻസർ സംബന്ധമായ രോഗം പിടിപെട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഭീമമായ തുക ചികിത്സയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ചെയർമാനായിട്ടുള്ള ഒരു ചികിത്സാ സഹായ സമിതി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 35 ലക്ഷം രൂപ നമുക്ക് ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്. വളരെ
സാധാരണ കുടുംബാംഗമായ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ അഭ്യർത്ഥനയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എല്ലാ ആൾക്കാരും, ഇത് കാണുന്ന എല്ലാ ആൾക്കാരും, എല്ലാ ജനങ്ങളും നമ്മുടെ ഈ ചികിത്സാ സഹായ നിധിയുമായി സഹകരിക്കണം. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് നിങ്ങളും കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ കൊറക്കോട് പ്രദേശത്തുള്ള ഞാൻ സേവനം ചെയ്യുന്ന ഈ മഹല്ലത്തിലെ വളരെ പാവപ്പെട്ട നിർധനനായ ഒരു സഹോദരൻ്റെ പിഞ്ചോമനയുടെ രോഗചികിത്സയ്ക്ക് ആവശ്യമായ സഹായാഭ്യർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഈ കാണുന്ന ജനങ്ങളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടി കാലങ്ങളായി വളരെ മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെടുകയും അങ്ങനെ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് കുട്ടിയുടെ ചികിത്സയ്ക്ക് ഇനി മജ്ജ മാറ്റിവെക്കൽ ചികിത്സ മാത്രമേ ഇനി മാർഗമുള്ളൂ എന്നും അതിന് ഭീമമായ 35 ലക്ഷം രൂപയോളം അതിനാവശ്യമുണ്ട് എന്നുമാണ് പറയുന്നത്. ആയതുകൊണ്ട് വളരെ പാവപ്പെട്ട ഈ കുടുംബത്തിലുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ബാധ്യത എന്ന നിലക്ക് നാം ആ കുടുംബത്തിനെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും സഹായിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ കാണുന്നവരെല്ലാം ഷെയർ ചെയ്ത് ഇതിനോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.